Hi friends, എല്ലാവർക്കും നമസ്കാരം. ന്യൂട്ടൺ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോളാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എറണാകുളംകാർക്ക് അതുപോലെ തൃശ്ശൂർകാർക്കൊക്കെ വളരെ സുപരിചിതമായിട്ടൊരു വാട്ടർഫോളാണ്. അറിയാത്തവർ തീരെ കുറവായിരിക്കും. ബാഹുബലി അങ്ങനെ കുറേ അടിപൊളി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അതിരപ്പള്ളി ഫോൾസിൻ്റെ അകത്തേക്ക് കയറാം. അവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ടിക്കറ്റിൻ്റെ ചാർജും കാര്യങ്ങളെല്ലാം അവിടെ ചെന്നതിന് ശേഷം ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് അതിരപ്പള്ളിക്ക് പോകുന്നത് മലയാറ്റൂർ ഏഴാറ്റുമുഖം ഈ ഒരു റൂട്ടിലൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കാട്ടിലൂടെ പോകുന്നൊരു ഫീലാണ് ആ ഒരു വഴിക്ക് കിട്ടുക. നമുക്ക് അത്യാവശ്യം മയിലുകളെയും അതുപോലെ മലയണ്ണാനും കുരങ്ങും ഭാഗ്യമുണ്ടെങ്കിൽ ആനയൊക്കെ കണ്ടുവരാൻ പറ്റുന്ന ഒരു അടിപൊളി വഴിയാണ്. അപ്പോൾ ആ ഒരു വഴിയിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത് പോയി കാണാം. അപ്പോൾ നമുക്ക് ഈ കാണുന്ന കവാടത്തിനടുത്ത് നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അതിരപ്പള്ളി വാട്ടർഫോളിലേക്കുള്ള എൻട്രൻസ് ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ടിക്കറ്റ് എടുത്തതിന് ശേഷം മുന്നോട്ട് പോകാം. നമുക്കിവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയും സ്റ്റിൽ ക്യാമറയ്ക്ക് 60 രൂപയും അതുപോലെ വീഡിയോ ക്യാമറയ്ക്ക് 400 രൂപയാണ്. അപ്പോൾ നമ്മുടെ എൻട്രൻസിൽ നിന്ന് ഏകദേശം 1/2 കിലോമീറ്ററോളം നടന്നാലാണ് നമുക്ക് വാട്ടർഫോളിൻ്റെ ടോപ്പിൽ ഏരിയയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ പോകുന്ന വഴി എന്തായാലും നല്ല ഭംഗിയായിട്ട് കല്ലെല്ലാം വിരിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ നടക്കുന്ന വഴിയുടെ ഇടത്തെ സൈഡിലായിട്ട് ഫെൻസിങ് ലൈൻ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നൈറ്റ് ടൈമിലെല്ലാം ഇവിടെ ആന വരാൻ സാധ്യതയുള്ള ഏരിയയാണ്. നമ്മളിപ്പോൾ ഫോളിൻ്റെ ഏകദേശം ടോപ്പിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്നതാണ് ഫോള്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. മേളിലെ ഭാഗമുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് നടന്നിറങ്ങണം. ആദ്യം നമുക്ക് മേളിലെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. കുരങ്ങന്മാരുടെ ഫോട്ടോ എടുക്കുന്നതൊന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഈ കാണുന്ന ഷോപ്പുകളിൽ നിന്നോ അതുപോലെ പുറത്തു നിന്നോ നിങ്ങൾ എന്തെങ്കിലും ഫുഡ് ഐറ്റം മേടിച്ചിട്ട് വരികയാണെങ്കിൽ ഒരു പണി കിട്ടും. കാരണം ഈ ഒരു ഐസ്ക്രീം ഒരു കുട്ടിയുടെ ഇരുന്നത് ഈ കുരങ്ങ് തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് മേളിലിരുന്ന് കഴിക്കുന്ന സീനാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന പയ്യന്മാരുടെ നിന്നും തട്ടിപ്പറിച്ചുകൊണ്ട് ആൾ ഓടിയ സീനാട്ടോ കാണുന്നത്. ഫുഡ് ഐറ്റംസ് പരമാവധി ഇവിടെ കുരങ്ങുകളുടെ മുമ്പിൽ വെച്ച് എടുക്കാണ്ടിരിക്കാൻ നോക്കുക. കാരണം ഇവിടുത്തെ കുരങ്ങുകളെല്ലാം തന്നെ വളരെ അഗ്രസീവാണ് ഫുഡിൻ്റെ കാര്യത്തിൽ. നമ്മളിപ്പോൾ ഫോണിൻ്റെ ഏകദേശം ടോപ്പിലെത്തിയിട്ടതാ. ഈ ഒരു സൈഡിൽ പിന്നെ നമ്മൾ പാറയുടെ മേളിലൂടെ വേണം ഇറങ്ങി പോകാനായിട്ട്. അപ്പോൾ ഇവിടെയാണ് ഫോണിൻ്റെ ടോപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ചെറിയൊരു എൻട്രി പോലെ കാണാൻ പറ്റും. അതെന്ന് പറയുന്നത് നമ്മൾ ഫോണിൻ്റെ താഴത്തേക്ക് പോകാനുള്ള ഒരു വഴിയാട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടപ്പോഴത്തേക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ. വേറെ ഒന്നുമല്ല, അതായത് നമ്മൾ അനുവാദമില്ലാതെ അതിനകത്തേക്ക് കയറുകയാണെങ്കിൽ 2000 രൂപീസ് ഫൈൻ ഈടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കൊരു വഴിയുണ്ട്. എനിക്ക് തോന്നുന്നത് അത് വാഴച്ചാലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നതായിരിക്കാം, അറിയില്ല. പക്ഷേ എന്തായാലും അങ്ങോട്ടേക്ക് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് എന്തായാലും എൻട്രി റിസ്ട്രിക്റ്റ് കാണും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ ഇവിടെ നമുക്ക് പോകാൻ പറ്റുന്ന ഏരിയയിൽ മാത്രം പോവുക, വേറെ ഏരിയയിലേക്ക് പോകാതിരിക്കാൻ പറയും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മേളിലത്തെ കാഴ്ച കാണാം. കേരളത്തിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി വാട്ടർഫോൾ എന്ന് പറയുന്നത്. ഇതിന് മുൻപുണ്ടായിരുന്ന ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് പെരിങ്ങൽകുത്ത് വാട്ടർഫോൾ ആയിരുന്നു. 1940 പെരിങ്ങൽകുത്ത് ഡാം വന്നതോടുകൂടി ആ ഒരു വാട്ടർഫോൾ ഇല്ലാതാവുകയാണ് ഉണ്ടായത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം ഉയരം എന്ന് പറയുന്നത് 80 അടിയാണ്. അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1000 അടി ഉയരെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ നയാഗ്ര എന്നറിയപ്പെടുന്ന ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ ബാഹുബലി, രാവണൻ, പയ്യ തുടങ്ങിയ നിരവധി സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ചാലക്കുടി പുഴയുടെ ഭാഗമാണ് ഈ അതിരപ്പള്ളി വാട്ടർഫോൾ എന്ന് പറയുന്നത്. പെരിങ്ങൽകുത്തിലെയും അതുപോലെ ഷോളയാർ ഡാമിലെയും വെള്ളം തുറന്നു വിടുന്നതുകൊണ്ട് തന്നെ ഏതു നിമിഷവും ഇവിടെ വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും വരാനുള്ള സാധ്യതയുണ്ട്. 1982 മുതൽ അതിരപ്പള്ളിയിൽ ഒരു പുതിയ ഡാം പണിയുന്നതിൻ്റെ ചർച്ചകളെല്ലാം നടന്നു വരുന്നുണ്ട്. ഇതുവരെ തീരുമാനമായിട്ടില്ല എങ്കിൽ പോലും അത് നടക്കുകയാണെങ്കിൽ ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം ഇനി വരുന്ന തലമുറയ്ക്ക് ഈ ഒരു രീതിയിൽ കാണാൻ സാധിക്കുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. നമ്മൾ ഈ കാണുന്ന ഷെഡ് അത് നിസാരക്കാരനൊന്നുമല്ല കേട്ടോ. 2018 വലിയ പ്രളയം വരുമ്പോൾ ഇവിടെ വെള്ളം കുത്തി ഒഴുകുന്ന സമയത്തും യാതൊരു കേടുപാടും കൂടാതെ നിന്ന ഇവിടുത്തെ അതിശയകരമായിട്ടുള്ളൊരു നിർമ്മിതിയാണ് ഈ ഒരു വാച്ചർ ഹട്ട്. മലബാറിൽ നിന്ന് വന്ന തുഞ്ചത്തച്ഛനാണ് ഈ വാച്ചർ ഹട്ട് പണിതത്. കേരളത്തിലെ മറ്റു വെള്ളച്ചാട്ടങ്ങൾ അപേക്ഷിച്ച് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. വേറൊന്നുമില്ല, ഒഴുകി വരുന്ന ഒരു പുഴ പൂർണ്ണമായും താഴേക്ക് പതിക്കുന്ന ഒരു സ്ഥലമാണ് അതിരപ്പള്ളി വാട്ടർഫോൾസ്. മുകളിൽ നിന്നുള്ള ഈ ഒരു വ്യൂ കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ഭംഗി നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നും ഏകദേശം 5 കിലോമീറ്റർ പുറകോട്ട് മാറിയാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം വരുന്നത്.
അവിടെ നിന്ന് വെറും 400 മീറ്റർ പുറകിലായിട്ടാണ് പുതിയ ഡാം പണിയാനുള്ള പ്ലാൻ നടക്കുന്നത്. നമ്മുടെ ദേശീയ പക്ഷിയായ മലമുഴക്കി വേഴാമ്പൽ ഉൾപ്പെടെ ഏകദേശം 4 ഇനം വേഴാമ്പലുകളുടെ പ്രധാന ആവാസ വ്യവസ്ഥയാണ് ഈ കാണുന്ന കാടും മലകളുമെല്ലാം. അതുകൂടാതെ കാളാർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗോത്ര വിഭാഗത്തിൻ്റെ സാന്നിധ്യവും ഈ ഒരു വനമേഖലയിലുണ്ട്. ഇൻ്റർനാഷണൽ ബേർഡ്സ് അസോസിയേഷൻ ഈ ഒരു സ്ഥലത്തെ ഇമ്പോർട്ടൻറ്റ് ബേർഡ്സ് ഏരിയ എന്ന പട്ടികയിലാണ് പെടുത്തിയിട്ടുള്ളത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം മുതൽ താഴെ ഏഴാറ്റുമുഖം വരെയുള്ള സ്ഥലങ്ങളിൽ പരമാവധി കുളിക്കാൻ ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. കാരണം വേറൊന്നുമല്ല, നല്ല വലിപ്പമുള്ള 2 മുതലകൾ ഈ ഒരു ഭാഗത്തെ സ്ഥിര സാന്നിധ്യമാണ്. നമ്മളിതാ ഇപ്പോൾ മേളിലെ ഭാഗത്തെ കാഴ്ചകളൊക്കെ ഏകദേശം ഒതുക്കിയിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ താഴത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം. നല്ലൊരു മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മഴ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മഴ കഴിഞ്ഞിട്ടുള്ള വീഡിയോ എന്തായാലും കാണാനായിട്ട് കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല അടിപൊളി ഒരു മഴ കിട്ടി. വെള്ളച്ചാട്ടം കണ്ടു നിന്നവരെല്ലാവരും മഴ വന്നപ്പോഴേക്കും ഓടി ഓരോ കടകളുടെ സൈഡിലായിട്ട് പോയി നിന്ന് തുടങ്ങി. അപ്പോൾ മഴ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് നേരെ താഴേക്ക് പോകാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ മഴ എന്തായാലും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ കാണുന്ന വഴിയാണ് നേരെ താഴേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ താഴെ നിന്ന് ഒരുപാട് പേര് കുടയൊക്കെ ചൂടി മേളിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വഴി ഏകദേശം ഒരു 400 മീറ്ററോളം നമ്മൾ താഴേക്ക് ഇറങ്ങാനുണ്ട്. വൈകുന്നേരം 5 മണി വരെ മാത്രമാണ് ഇങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ കേട്ടോ. ഏരിയയിൽ നമുക്ക് ഫെൻസിംഗ് ലൈൻ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു രാത്രിയാകുമ്പോൾ ഇതിവിടെ ക്ലോസ് ചെയ്യും. 5 മണിക്ക് ശേഷം അവർ ഈ ഫെൻസിങ് ലൈൻ വെച്ചിരിക്കുന്നത് ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മൃഗങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് പകരം ആളുകൾ അങ്ങോട്ട് പോകാണ്ടിരിക്കാനും വേണ്ടിയിട്ട് കൂടിയാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. താഴെ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഹെയർ പിൻ ബെൻഡ് പോലെ തന്നെ ഉണ്ട്. ഇതാ കറങ്ങി കറങ്ങി വേണം നമുക്ക് താഴത്തേക്ക് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങാനായിട്ട് നിന്നപ്പോഴേക്കും നല്ല അടിപൊളി ഒരു മഴ വന്നു. അപ്പോൾ മഴ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് നേരം മഴയുടെ സൗണ്ടെല്ലാം കേട്ട് മഴയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നടന്നാലോ. ഈ കാണുന്നതാണ് നമ്മുടെ ബാഹുബലിയുടെ സ്വന്തം വെള്ളച്ചാട്ടം. മഴ മാറിയെങ്കിൽ പോലും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സിൽ നമ്മൾ നല്ല രീതിയിൽ നനയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാവരും തന്നെ മഴ പെയ്ത് നനഞ്ഞവരല്ല, കൂടുതലും ഇവിടെ നിന്നുള്ള വെള്ളം തെറിച്ച് വീണിട്ട് നനയുന്ന ആളുകളാണ്. ഇപ്പോൾ നമ്മൾ നേരെ നോക്കിയാൽ കാണാം, ഇപ്പം മഴ പെയ്യുന്നില്ല എങ്കിൽ പോലും നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം വെള്ളം വീഴുന്നുണ്ട് എന്നുള്ളത് നോക്കിയാൽ അറിയാം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സ്. ഏകദേശം 2-3 മാസം മുൻപ് വെള്ളം കുറവായിരുന്നൊരു സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ആ ടൈമിലെ ഡ്രോൺ ഷോട്ടാണ് ഈ കാണുന്നത്. ഇപ്പോഴത്തേത് വെച്ച് നോക്കുമ്പോൾ അന്ന് ഇവിടെ ആകെ 3 സ്ഥലങ്ങളിൽ നിന്ന് മാത്രമാണ് വെള്ളം താഴേക്ക് ഒഴുകുന്നത്. അപ്പോൾ അതിരപ്പള്ളിയിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഇനി പോകുന്നത് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്കാണ്. അതിരപ്പള്ളിയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ പുറകോട്ട് മാറിയാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്ര എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു വഴിയിലൂടെയാണ് കേട്ടോ. 2 സൈഡിലും മുളകളും കാടും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു വഴി. അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലിലേക്ക് പോകുന്ന വഴി റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ചാർപ്പ വെള്ളച്ചാട്ടം എന്നാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിന് പറയുന്ന പേര്. അപ്പോൾ നമ്മൾ ഫൈനലി വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തി. നമ്മൾ അതിരപ്പള്ളിയിലെടുത്ത അതേ ടിക്കറ്റ് തന്നെ ഇവിടെ കാണിച്ചാൽ മതിയാകും. ഇവിടെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണമെന്നില്ല. ഇൻ കേസ് നിങ്ങൾ ഫസ്റ്റ് ഇവിടെയാണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അതേ ടിക്കറ്റ് തന്നെ നിങ്ങൾക്ക് അതിരപ്പള്ളിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കവാടത്തിനകത്തേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ കാണുന്ന ഒരു വായനശാലയാണ്. ഓപ്പൺഡൊന്നും അല്ലായിരുന്നു, പക്ഷേ ആ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇടത്തെ സൈഡിലായിട്ട് വലിയൊരു വീടിൻ്റെ രീതിയിൽ ഒരു കെട്ടിടം പണിത് വെച്ചിരിക്കുന്നത് കാണാം. അതെന്തിൻ്റെ കെട്ടിടമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പോകുന്ന വഴിക്ക് കുട്ടികൾക്കുള്ള പാർക്കും ഉണ്ട് റൈറ്റ് സൈഡിലായിട്ട്. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ഇതുപോലൊരു ഹെർബൽ ഗാർഡൻ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കവാടവും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അതുവരെ എല്ലാവർക്കും ബൈ.